പ്രീസെയിൽ കളക്ഷനിൽ റെക്കോർഡ് സെയിലോടുകൂടി ഈ വരുന്ന മെയ് 23-ന് ടർബോ തിയേറ്ററുകളിൽ എത്തുമ്പോൾ മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടം കാണാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകരെ ഉത്തേജിപ്പിക്കുന്ന ഘടകങ്ങളിൽ മറ്റൊന്നുകൂടിയുണ്ട്. അത് ആ സിനിമയിലെ വില്ലൻ കഥാപാത്രം രാജ്ബി ഷെട്ടിയാണ്. മെയ് 12-ന് സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ മമ്മൂട്ടിയുടെ പ്രകടനത്തോടൊപ്പം തന്നെ ചർച്ചാ വിഷയമായ മറ്റൊരാൾ സിനിമയിലെ രാജ്ബി ഷെട്ടി അവതരിപ്പിക്കുന്ന വിട്രിവേൽ ഷൺമുഖ സുന്ദരം എന്ന വില്ലൻ കഥാപാത്രമായിരുന്നു. ഞാൻ പറയുന്നില്ല, കാരണം ഇനി നമ്മൾ തമ്മിൽ കാണില്ല. കാസ്റ്റിംഗിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന പ്രൊഡക്ഷൻ കമ്പനി ആണല്ലോ മമ്മൂട്ടി കമ്പനി. മമ്മൂട്ടിക്കൊപ്പം ഒരു വില്ലനെ തെരഞ്ഞെടുക്കുമ്പോൾ, അതും ഇത്രയും മാസ് സിനിമയിൽ ആകുമ്പോൾ, തീർച്ചയായും ആ നടന് അതിനുള്ള ഒരു ആംബിയൻസ് ഉണ്ടായിരിക്കും. ആരാണ് ഈ രാജ്ബി ഷെട്ടി? മമ്മൂട്ടി സിനിമയിൽ മമ്മൂട്ടിക്ക് നേർക്കുനേർ നിന്ന് തല്ലാൻ പോകുന്ന ആ വില്ലനെ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. 2019-ൽ മലയാള സിനിമയിൽ തമാശ എന്ന ഒരു സിനിമ റിലീസായിരുന്നു. വിനയ് ഫോർട്ട് നായകനായ ഈ സിനിമ യഥാർത്ഥത്തിൽ കന്നഡയിലെ ഉണ്ട് മൊട്ടൈ കഥൈ എന്ന സിനിമയിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തതായിരുന്നു. കഷണ്ടിത്തലയുമായി ആ സിനിമയിലൂടെ കന്നഡ നായക നിരയിലേക്ക് നടന്നു കയറിയ ഒരു നടനുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്ബി ഷെട്ടി തന്നെയായിരുന്നു അത്. ഫഹദ് ഫാസിൽ മലയാള സിനിമയുടെ നായക സങ്കല്പം തന്റെ കഷണ്ടിത്തലയുമായി മാറ്റി മറിച്ചതുപോലെ തന്നെ രാജ്ബി ഷെട്ടിയും അന്ന് ആ നായക കഥാപാത്രത്തിലൂടെ കന്നഡ സിനിമയിൽ വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. കഷണ്ടിത്തലയുള്ളവർ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ തമാശ രൂപത്തിൽ പ്രേക്ഷകരിലേക്ക് അദ്ദേഹം കൃത്യമായി എത്തിച്ചപ്പോൾ ആ സിനിമ കന്നഡ സിനിമയിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നായി മാറി. ആ സിനിമ തിരക്കഥ നിർവഹിച്ചതും സംവിധാനം ചെയ്തതും രാജ്ബി ഷെട്ടി തന്നെയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു ബഹുമുഖ പ്രതിഭ. KGF-ന്റെ ചൂട് പിടിച്ച് എത്തിയ മറ്റ് കന്നഡ സിനിമയിൽ മലയാളികൾ ഇരു കൈയും നീട്ടി ഹൃദയം കൊണ്ട് സ്വീകരിച്ച ഒരു സിനിമയാണ് 777 ചാർലി എന്ന ഒരു നായ കേന്ദ്ര കഥാപാത്രമായ സിനിമ. സിനിമയിൽ നായകനും നായയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് തന്നെയായിരുന്നു ആ സിനിമയിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തിയത്. പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറിയ ആ സംഭാഷണങ്ങൾ ഒരുക്കിയത് രാജ്ബി ഷെട്ടിയായിരുന്നു. 2021-ൽ ഇറങ്ങിയ മറ്റൊരു സൂപ്പർ ഹിറ്റ് കന്നഡ ചിത്രമായ ഗരുഡഗമന വൃഷഭ വാഹന എന്ന ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തതും രാജ്ബി ഷെട്ടി തന്നെയായിരുന്നു. സൈമ അവാർഡിൽ ഏറ്റവും മികച്ച ചിത്രവും ഫിലിം ഫെയർ അവാർഡിൽ ഏറ്റവും മികച്ച സംവിധായകനുള്ള അവാർഡും ഈ സിനിമയ്ക്ക് ലഭിച്ചു. ചുരുക്കി പറഞ്ഞാൽ മമ്മൂട്ടിക്ക് എതിരെ നിൽക്കുന്ന ആൾ ചില്ലറക്കാരനല്ല. വില്ലൻ എന്തുകൊണ്ടും ടർബോ ജോസിന് ഒത്ത എതിരാളി തന്നെ. കൗരവർ, ധ്രുവം ഈ രണ്ടു വട്ടവും കന്നഡ നടന്മാർ മമ്മൂട്ടിക്ക് എതിരെ നിന്നപ്പോൾ സിനിമ ബ്ലോക്ക് ബസ്റ്ററുകളായിരുന്നു. ഇത്തവണയും ആ പതിവ് തെറ്റില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഞാനിവിടെ വീഴുവാണ്, എന്റെ കൂടെ ഒരു 10-15 പേരെ നിൽക്കാം.